Ya Nabi, 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 Ya Nabi, Ya Nabi, 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 Ya 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 Nabi. बादशाहे अरब शहनशाहे अजब हो निगाहे करम, हो निगाहे करम। बादशाहे अरब शहनशाहे अजब हो निगाहे करम, हो निगाहे करम। കാലി കമലി ഇനി ആൾക്കാതിക്കലുണ്ട് സാറിൻ്റെ മാനവരുടെ അനുസ്മരണം കൂടിയാണ്. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ പള്ളിയിലെ ഉസ്താദ് വളരെ ഉസ്താദിച്ച് നമ്മൾ വളരെ അടുത്ത ബന്ധം. എല്ലാ ഉസ്താദന്മാർക്കിട്ട് ബന്ധം ഞങ്ങൾ ചെറുപ്പം വലിച്ച് 72 വലിച്ച് അങ്ങനെ എവിടെ തരീമനും പരിപാടിയൊക്കെ കൂടി ഇവിടെ തന്നെ ഉസ്താദ് പറഞ്ഞ അവിടെ തന്നെ 3-3.5 കൊല്ലം എപ്പോഴും ഉസ്താദിനായിട്ടുണ്ട്. കമാൽദാഷ് അഹമ്മത്തുള്ളി പറഞ്ഞ അലിങ്ങളും നോയന്മാരെ കൊണ്ടിരിക്കുകയാണ്. അനന്തായി ഉസ്താദിന് ഇവിടെ 3.5 കൊല്ലത്തോളം ഉസ്താദത്തെ ഇന്നത്തെ വായനയിലെ സൗകര്യങ്ങളും ചുറ്റുപാടുകളൊന്നും ഇല്ല. വളരെ പട്ടിണിയും പ്രയാസങ്ങളും നമ്മളെ ബിരുദന്മാർക്കും വളരെ പട്ടിണിയും പ്രയാസങ്ങളും സ്വരൂക്കിൻ്റെ എല്ലാവർക്കും സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസങ്ങളും വിഷമമുള്ള കാലം. അങ്ങനത്തെ കാലത്ത് വളരെ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ച് അവിടെ ഉസ്താദ് നിന്നിട്ടുണ്ട്. മാൽഭാഷ അതിനുശേഷം പിന്നെ കൊണ്ടോട്ടിയാകുമ്പോൾ ഞങ്ങൾ എപ്പോഴും അവിടെ തന്നെ ഉസ്താദിൻ്റെ കയ്യിൽ ഒരു വെയിലുണ്ടാകും. ആ വെയിൽ വെച്ച് പിടിച്ച് അവിടെ അൽക്കയിൽ പോകും. അലക്ക കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ വീടുകളിലാണ് താമസിക്കുക. വല്യപ്പജിൻ്റെ നമ്മുടെ ഓർത്തിന് വല്യപ്പജിൻ്റെ അതുപോലെ വിച്ചുവിൻ്റെ പോലെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ തന്നെ കിടക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് എന്തിനും വേറെ പണി ഇവിടെ ഉസ്താദെല്ലാം സമയത്ത് ഈ റോഡിലല്ല പോകുന്നത്. ആത്തലേക്കുള്ള റോഡ് ഇങ്ങനെ പോകണം. അതേപോലെ നേരെ കുരുക്കളാട്ട് പോയിട്ട് നേരെ മേപ്പെട്ട് അരസൻ്റെ മുഖത്ത് എന്നിട്ട് അൽക്ക കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് രാത്രി സമയത്ത് ഇങ്ങോട്ടന്നെ പോരുമ്പോൾ ആൾക്കാർ ഞാൻ അന്ന കാലങ്ങളിലൊക്കെ മേശ്ശേരി മാമേശ്ശേരി പിന്നെ പാപ്പയ്ക്ക് അത് കണ്ടിട്ടാകുമ്പോൾ ഒരു സുലൂക്കിന് വന്നത്. നിങ്ങൾ അവരോട് ചോദിച്ചു മെമ്മാക്ക ഇത് മുരാക്ക അവരൊക്കെ ഉള്ളത്. അവർ ചോദിച്ചു നിങ്ങളെ ഇവർക്ക് പെരുമ്പങ്ങൾ എന്താ കൊടുക്കുക? ഞങ്ങളൊന്നും കൊടുക്കില്ല. അങ്ങനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണ പ്രവർത്തനം കണ്ടപ്പോഴാണ് മേശ്ശേരി മുഹമ്മദ് മേശ്ശേരി പറ്റിയതിനെ ഇലായിട്ടോ അവരെ വാപ്പി മുരീതേ എതുണ്ണി മേശ്ശേരി അവർക്ക് കബറുല്ലാഹുവിന് അവരാകട്ടെ. പിന്നെ കുഞ്ഞിപ്പാതിൻ്റെ അവിടെ ശിവനാണ് തരീമ അടക്കുമ്പോഴാണ് അവിടെ വന്ന് വൈകിയത്. അതിൽ തരീമ കിട്ടിയില്ല. ആരും അവർ കൊടുത്ത ദിക്റും റാത്തും അതൊക്കെ നടത്തി. അത് പറഞ്ഞത് അങ്ങനെ ഉസ്താദിനെ നമുക്ക് അത്രയും ബന്ധമാണ്. നമ്മളെ പ്രത്യേകിച്ചും കരുവാണ്ടക്ക് ഇവിടെ അത് കരുവാണ്ടക്ക് പോകുമ്പോഴത്തേക്ക് കാറും പെയ്യൊന്നുമില്ല. നടന്നു പോകും. നടന്ന് ഇളക്കി കഴിഞ്ഞിട്ട് വരും. ഇന്നത്തെ മാർക്കല്ല 10 മണി 11 മണി അവിടെ ഉസ്താദിൻ്റെ അവസരമാണ്. ഉസ്താദ് എന്താ പറയുക റെയിൽമൺ കയറണമെങ്കിൽ കുറച്ച് സമയം പോയി. അങ്ങനെ തുടങ്ങി 11 മണി 12 മണിയൊക്കെ നമ്മളെ കുട്ടികൾക്ക് അറിയാം. ഇതോപ്പോഴത്തെ കുട്ടികൾക്ക് അതുപോലെ പയ്യന്മാർക്കറിയാം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാറും പ്ലേറ്റിനും എല്ലാം ഇങ്ങോട്ട് വരിക. നടന്ന് പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങനെ ഈ സുലൂക്കിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ സുലൂക്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ആളാണ് ഉസ്താദ്. കൊണ്ടോട്ടിയിലൊക്കെ പല ഭാഗങ്ങൾ പോകുമ്പോഴും അവിടെയൊക്കെ ഉണ്ടക്കലാണെങ്കിലും ഓമാരാണെങ്കിലും പിന്നെ അവിടെ പരതക്കാടാണെങ്കിൽ അവിടെയൊക്കെ അൽക്ക കഴിഞ്ഞാൽ കൊണ്ടോട്ടിക്ക് വരും.
അങ്ങനെ വരുമ്പോഴും നടന്ന് പോയി കൊണ്ടോട്ടിയെത്തും. ഇതൊക്കെ ഈശ്വരിയാണെങ്കിലും ഹൽക്ക കഴിഞ്ഞിട്ട് കൊണ്ടോട്ടിക്ക്. ഇങ്ങനെ ഈ സുലൂക്കിന് വേണ്ടി നിലനിർത്താൻ വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ആളുകൾ പെട്ട ആളാണ് മാനവர்கள். അപ്പോൾ അവരെ അനുസ്മരിക്കാറുണ്ടെങ്കിൽ അവർ പറഞ്ഞ തീരൂല ഒരുപാട് പറയാനുണ്ട്. സദസ്സ് അത് പറഞ്ഞ് സമയം നമുക്ക് ഇൻഷാള്ള അടുത്താഴ്ച ദിവസം പറഞ്ഞത് അടുത്താഴ്ച നമുക്ക് എന്നോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ പ്രത്യേകിച്ചും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ വന്നു. സല്ലല്ലാഹു അലൈഹി നമ്മുടെ ചെറിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ആളുകൾ വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ളുഹൂറെ നൂറിൻ്റെ ആ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യ സഹജമായിട്ട് ഇവിടെ വെടിവെട്ടത് റബീഉൽ അവ്വൽ 12-നാണ്. അല്ലാഹു തആല കൊണ്ടുവന്നത് റബീഉൽ അവ്വൽ 12-നാണ്. അതേ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല കൊണ്ടുവന്ന് മറ്റൊരവസ്ഥ പറയുന്നുണ്ട്. ഔജദ നൂറോ ഖബല ഖൽഖി. നമ്മുടെ എന്നും ഓതുന്ന ഹദീസാണ്. നമ്മുടെ ഉസ്താദ് മൗലൂദുകൾ ഒരുപാട് മൗലൂദുകൾ ഉണ്ടെങ്കിലും മൗലൂദുകൾ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ മൗലൂദ് മങ്കൂസ് മൗലൂദ്. നമ്മളിത് സാധാരണക്കാരെന്നും മൗലിയന്മാർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മൗലിയന്മാരും മങ്കൂസ് മൗലൂദ് ഓരോ ഹദീസോടുണ്ട്. അങ്ങനെയല്ല, മങ്കൂസ് മൗലൂദ് സല്ലല്ലാഹുവിനെ പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഈ പിന്നെ അദ്വൈൻ്റെ മക്കരകരയിലൊക്കെ പോയിട്ട് മമ്മാജി സുഖമില്ലാതെ കിടക്കുക. അള്ളാഹുത്തല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പോയിട്ട് അവിടെ കേൾപ്പറ്റ അവിടെ ചെറുമക്കൾക്ക് ഒന്നായിട്ട് വസൂരി പിടിച്ചു. ചെറുമക്കൾക്ക് വസൂരി പിടിച്ചിട്ട് അവിടെ പോയിട്ട് അത് മറവടക്കാന് ആളുകൾ കിട്ടൂല. അങ്ങനെ ചുമര് തട്ടിയിട്ട് അപ്പോഴാണ് ബീരാനോലിയാപ്പാപ്പ പെടാം. നമ്മളത് എപ്പോഴും വന്നിട്ടുണ്ട്. അവിടെ പൊട്ടിയാറ് വരും. ആക്കലേസിന്റെ പള്ളി വീരാനപ്പ പാപ്പാന്റെ തീരാണ്. സുൽത്താനേസിന്റെ പള്ളിന്റെ ഇവിടെയൊക്കെ പോയി ഞാനിപ്പോ അതറിയുന്നു. അങ്ങനെ അതൊക്കെ കുറേ മുമ്പാണ്, നമ്മളൊക്കെ ജനിച്ചതിന് മുന്നേ, നമ്മുടെ ചെറുപ്പായത്തിന്റെ കാലത്താണ്. പിന്നെ ഈ വസൂരി പിടിപെട്ടിട്ട് എന്ത് ചെയ്തു, മാനവர்கள் അവിടെ നമ്മളെ ഇപ്പൊ പാറയ്ക്ക് കോറിയായി ഉണ്ടായി. അത് വലിയ പാറയുണ്ട്. ആ പാറന്റെ മുകളില് വയസ്സന്മാരെയും കുട്ടികളെയും എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വെച്ച് കൂട്ടുവാൻ കൊടുത്തു. കൂട്ടുവാൻ കൊടുത്തിട്ട് എല്ലാവരും ഒപ്പം നിന്നിട്ട് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തതിന് ശേഷം മങ്കൂസ് മൗലൂദും അതുപോലെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് അവിടെ എന്തായി ആ രോഗം പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കി. പിന്നെ ആ രോഗം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അതിനൊക്കെ ഉദകം തന്നാണത്. പൊന്നാനി എങ്ങനെ വേദി മഹദ് പള്ളി എല്ലാവരാണ് മഹൂസൻ അവരുണ്ടാക്കിയത്. പൊന്നാനിയും അവര് എന്താ പ്ലേഗ് രോഗം പിടിപെട്ടിട്ട് അതിന് വേണ്ടി മഹാനവറുകൾ ഉണ്ടാക്കിയതാണ് മങ്കൂസ് മൗലൂദ്. ആ മങ്കൂസ് മൗലൂദ് ആ കടപ്പുറ ഏരിയകളിലൊക്കെ ചെല്ലിപ്പിച്ച് ആ രോഗം ആ സല്ലല്ലാഹുവിന്റെ അക്കോട് തുടച്ചു. എന്നെ പറഞ്ഞത് ഇങ്ങനെ എന്താ പറയാ ആ മൗലൂദിന് ആദ്യം വരുന്നതാണ് സുബ്ഹാനല്ലദീ അത്ലാ ഫീ റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു. ഇവിടെ എന്ത് പറഞ്ഞു? മക്കത്ത് ജനിച്ച് ആമിന അബ്ദുള്ള റളിയല്ലാഹു അൻഹു അവർക്ക് കുട്ടിയനിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് എന്ന പേര് എന്ത് ചെയ്തു? മുഹമ്മദ് എന്ന പേര് വെക്കപ്പെട്ടു. അത് സത്യമാണുള്ളതാണ്. സല്ലല്ലാഹുവിന്റെ ആ ദുഹൂരിയത്തിൽ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങള് സല്ലല്ലാഹു നബിയാണ് നബുവത്ത് 40 വയസ്സിന് നബുവത്ത് കിട്ടിയതിന്റെ ബന്ധത്തിന് അവിടെ വരുമ്പോ ഒരുപാട് മൗജിസത്തോടു കൂടിയാണ് സല്ലല്ലാഹു വിശദീകരിക്കാൻ സമയം വന്നത്. അതെന്തില്ല അതിനെ പറയും. സല്ലല്ലാഹുവിന്റെ ആ ദുഹൂരിയത്തിനെ പറ്റി പണ്ഡിതന്മാർ എത്ര പറഞ്ഞാലും ഉണ്ടാവില്ല. അതിന്റെ അപ്പുറമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അങ്ങനെ എത്ര വ്യക്തി പറഞ്ഞാൽ അതേ സമയത്ത് സല്ലല്ലാഹുവിന്റെ ഹഖീഖത്ത് പറഞ്ഞു നൂറോ കപില ഹൽക്കിൽ ആലമിയോ സമ്മാഹുമാണ്. ആലമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുന്നേ മനസ്സിലാക്കണം, ആലമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുന്നേ സല്ലല്ലാഹുവിന്റെ നൂറിനെ കൊണ്ടുവന്നു. അതിലേക്ക് മുഹമ്മദ് നിലയിവെക്കപ്പെട്ടു. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ സല്ലല്ലാഹുവിനുണ്ട്. മക്കത്ത് ജനിച്ചു മദീനത്ത് വഫാത്ത് 63 കൊല്ലത്തെ 40 വയസ്സിൽ നുബുവത്തെത്തി 23 കൊല്ലം ദീന്റെ തബ്ലീഗ് ചെയ്തു. ഒരുപാട് ത്യാഗങ്ങൾ വിഷമുണ്ട്. അങ്ങനത്തെ അവസ്ഥ സല്ലല്ലാഹുവിനൊക്കെ ഉണ്ട്. അത് നിഷേധിക്കാൻ പറ്റും. അതിന്റെ അപ്പുറം തന്നെ സല്ലല്ലാഹു ആലമിനെ സൃഷ്ടിക്കുന്നതിന് മുന്നേ, ഈ പ്രപഞ്ചത്തിന് അവിടെ കൊണ്ടുവരുന്നതിന് മുന്നേ ഹബീബ് സല്ലല്ലാഹുവിന്റെ നൂറിനെ അല്ലാഹു തആല കൊണ്ടുവന്നു. ആ നൂറിനിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടു. അങ്ങനത്തെ അവസ്ഥ സല്ലല്ലാഹു സാഹബത്ത് എന്ത് ചെയ്തു? ഇത് രണ്ടും മനസ്സിലാക്കി അതിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു സാഹബ്. ഈ ലുഹരിയത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി, സല്ലല്ലാഹുവിന്റെ ഹഖീഖത്തിന്റെ അവസ്ഥ, ആ നൂറിന്റെ അവസ്ഥ മനസ്സിലാക്കി അവരുടെ ജീവിത മാസകൾ എന്താണ്? ഹബീബിനോട് ആ പ്രേമത്തിലും ഇഷ്ടും ആ ലേലത്തിലാണ് സഹാബത്തെ കൈചൂട്ടിയത്. ഔലിയാക്കളുടെ അവസ്ഥ അങ്ങനെയാണ്. അവര് ആ റൗള ശരീഫിന്റെ അടുത്ത് ചെന്നിട്ട് സല്ലല്ലാഹുവിനെ സമീപം നടത്തി ചെന്നിട്ട് അവിടുന്ന് നമ്മുടെ എപ്പോഴും അവര് കുറച്ച് ആൾക്കാരിൽ എല്ലാ വെള്ളിയാഴ്ചയും ആൾക്കാരിനെ അവിടെ നിന്ന് പെയ്ത്തി ആ പെയ്ത്ത് സാവർക്കറിയാം. ആ പെയ്ത്തിൽ പറയുന്നുണ്ട് ദോഷിയായ എന്താണ് ഉമ്മർപ്പടിയിൽ വന്നിട്ടുണ്ട്. ഫക്കീറായ ഉമ്മർ ഇവിടുത്തെ ഉമ്മർപ്പടിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞോടുകൂടി ആ റൗദാ ശരീഫിന്റെ വാതില് പൊട്ടിത്തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കടന്നു. കുറെ സമയം കഴിഞ്ഞിട്ടാണ് മഹാനവറുകൾ അവിടുന്ന് വന്നത്. ബഹുമാനപ്പെട്ട ആ റൗദാ ശരീഫിന്റെ അടുത്ത് ചെന്നിട്ട് ഇതേ വാരിക്കന്നെ അകലെയാകുന്ന സമയത്ത് ഇഫായിന്റെ റൂഹിന് എപ്പോഴും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സിറപ്പാക്കപ്പെട്ട ഹദ്റത്തിൽ വന്ന് മുത്തി നിവൃത്തി അണിയുമായിരുന്നു. ഇന്ന് പാവപ്പെട്ട റിഫാഹിദായി ഇവിടുത്തെ തിരുവതത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ സിറപ്പാക്കപ്പെട്ട കൈയൊന്നിങ്ങനെ നീട്ടിത്തന്നാലും എന്ന് പറഞ്ഞ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി ശരീഫിൽ കിടക്കുന്ന ഹബീബ് സല്ലല്ലാഹു അവിടെ ആ കയ്യിൽ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അവരുടെ ആഗ്രഹം പൂതി തീരുന്നത് വരെ ആ നൂറ് കൊണ്ട് നടക്കപ്പെട്ട നൂറിന് ആ അങ്ങനെ ചുംബിച്ച് 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 വല്ലാത്ത ഇഷ്ക് മഹാനവറുകൾക്കുണ്ട്. ഇതാണ് അള്ളാഹിന്റെ ഉലിയാക്കൾ അവസ്ഥ. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് മക്കത്തിൽ ഇരുന്നിട്ട് മദീനത്ത് വഫാത്ത്. സല്ലല്ലാഹുവിന്റെ ഹഖീഖത്ത് മറ്റൊന്നാണ്. അതെന്താണ്? ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹിന്റെ ഹബീബായിട്ടുള്ളവരെ അള്ളാഹു ആദ്യം സൃഷ്ടിച്ച സൃഷ്ടിയാണ്. സല്ലല്ലാഹു പറഞ്ഞു, ജാബിറെ മുഹമ്മദിന്റെ ജീവൻ ഏതൊരുത്തന്റെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം നിന്റെ നബിന്റെ നൂറിനെ അള്ളാഹു തആല ആദ്യം പടച്ചത്. ആ അതിനെ അള്ളാഹു തആല നാലാക്കി വാങ്ങിച്ചു. ഒരു വാങ്ങുണ്ട് അരിശി, മറ്റൊരു വാങ്ങുണ്ട് രാഹു കലം, നാലാമത്തെ വാമണ്ടി കായിനാത്തിന് വയം കൊണ്ടുവന്നു. സല്ലല്ലാഹുവിന്റെ ഈ കായിനാത്തിന്റെ നൂറിന്റെ സല്ലല്ലാഹുവിന്റെ നൂറാണ്. ആ നൂറിൽ നിന്നാണ് കായിനാത്ത് പോയി പ്രപഞ്ചപടമായി അർശാനി കുർശാനി അവലാനി മലക്കാനി നബിയാനി മുർസലാൻ ഏത് സൃഷ്ടിന്റെ അതൊക്കെ എന്താണ്? ഈ നൂറിൽ നിന്ന് അള്ളാഹുവിനാണ്. അങ്ങേരെ അവസ്ഥ സല്ലല്ലാഹുവിനൊക്കെ ഉണ്ട്. ഇതാണ് അള്ളാഹിന്റെ അരിഫീകളെ. ഇതിലൂടെയാണ് എന്ത് ഹബീബിനുള്ള അതിയായ ഇഷ്ടം പ്രേമാലയനം നമ്മുടെ ഉള്ളിൽ കുറഞ്ഞ അവൻ സഹവാസത്തിന് പറഞ്ഞുകൊണ്ട് പോവുക, ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുക. അതിലൂടെ ഹബീബിനുള്ള ഇഷ്ടം മഹബത്തും ഇവരോടുകൂടെ എത്തിപ്പെടുന്നില്ല. ഇവരൊക്കെ നമ്മളെക്കാട് ചുറ്റുപാടും എല്ലാവർക്കും ഇതിലൊക്കെ വീട്ടില് കുട്ടികളല്ലേ ഒരു ഭാര്യ ഭാവാണ്. കുട്ടികളാണെങ്കിൽ നല്ല കഴിഞ്ഞ കുട്ടികളാ. ആ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന വലിയ പണിയാ.
മൂപ്പരപ്പാട് ശൈബിനാന്റെ അവതരത്തിൽ സലാം പറ്റിയതാ മാറ്റിന്റെ ഭാര്യ പ്രസവിച്ചു, ആസ്പത്രിയിൽ കൊണ്ടുപോയി. പിന്നെ ഇതൊക്കെ പ്രശ്നങ്ങളായില്ലേ. സലാം വലിയുടെ അവിടെ ഹൈദരാബാദില. അപ്പൊ അവർക്ക് അള്ളാന്റെ റസൂലിനോടും അള്ളാഹിനോട് മഹബത്ത് അതുള്ളത് കൊണ്ടാണ് അവർക്ക് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ചെയ്താക്കി അവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു മുനിയൊക്കെ സലാമൂരിയല്ല, എത്രയോ ആളുകൾ, ധാരാളം ആളുകൾ ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ശിവനാ തങ്ങളെ അതെടുത്ത് ഒരുമിച്ച്. അപ്പൊ ഓരോരുത്തരും മനസ്സിൽ ചെയ്യാം. ആ പരിപാടി പങ്കെടുത്ത് ഈ സല്ലല്ലാഹുവിന്റെ ആ നൂറിന് ഹഖീഖത്തിന്റെ ഉൾക്കൊള്ള അള്ളാഹുത്തെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് നമ്മളെ ഉള്ളിൽ തുറന്നിട്ടുന്നതിന് മുന്നേ അള്ളാഹുത്തെ നമ്മളെ വിളിക്കാണ്ടിരിക്കട്ടെ. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ആ ജീവിതത്തിൽ പകർത്തി അതിന്റെ സുഖം അതിന്റെ ബോധം നമ്മളുടെ ഉള്ളിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സലാത്ത് ചെല്ലാൻ അള്ളാഹുത്തെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ പരിചയത്ത ഒരു മഹാൻ കാബൻ തവാഫ് ചെയ്യാൻ ഒരു കുട്ടി കാബൻ തവാഫ് ചെയ്യുമ്പോ അങ്ങനെ സലാത്ത് ചൊല്ലിക്കൊണ്ട് തവാഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദേശം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹദീസിൽ വന്ന ഒരുപാട് ദിക്റുകളുണ്ട്, ഇതൊന്നും ചെല്ലാണ്ട് നിങ്ങൾ എന്താ ഈ സലാത്ത് ചൊല്ലി കാബൻ തവാഫ് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു മഹാനവരുടെ വ്യക്തി അവിടെ ഇരുത്തി മഹാനവർക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ എന്റെ വാപ്പാന്റെ ഹിദമത്തിലായിട്ട് അങ്ങനെ കഴിച്ചു. ഉമ്മാക്കുള്ള ഹിദമത്ത് വാപ്പാക്കുള്ള ഹിദമത്തൊക്കെ എന്താണ് വളരെ പുണ്യമായ കാര്യമാണ്. അങ്ങനെ വാപ്പ ലോകം ഓരോ ദിവസം ചില കൂടി വരാൻ തുടങ്ങി. ഇക്കാണി ഹജ്ജിന് പോകാൻ വല്ലാത്ത ഷൗക്ക് വന്നു. അതിന് വാപ്പാനോട് പറഞ്ഞാണ്, ഞാൻ ഹജ്ജിന് പോട്ടെ, ഹജ്ജിന് പോയെന്ന് നോക്കാൻ രേഖമാകുന്നില്ലത്, മറ്റു പോകാൻ എന്നെ കൊണ്ടേക്കും. അങ്ങനെ ഞാൻ എന്റെ വാപ്പനെയും കൊണ്ട് പുറപ്പെട്ടു. വഴി വെച്ച് എന്റെ വാപ്പന്റെ രോഗം കൂടി വന്നു. അങ്ങനെ അവിടെ ഇറക്കി വെച്ച് സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി അകത്ത് നോക്കി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് വാപ്പ മരിച്ചിട്ടുണ്ട്. വാപ്പാന്റെ മൃഗം വികൃതമായിട്ടുണ്ട്. മനുഷ്യന്റെ മുഖം മാറി മറ്റൊരു അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോ ഞാൻ ആകെ അവസരമായി തളർന്ന് ബോധം കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കണ്ണ് തുറന്നു നോക്കുമ്പോണ്ട് ഒരു കുതിരപ്പുറത്ത് ഒരാള് വന്നിട്ട് വളരെ സ്പീഡിൽ വന്നിട്ട് എന്റെ ഉപ്പാന്റെ അവിടെ ഇറങ്ങി. അവിടെ ഉപ്പാന്റെ തല മുതൽ കാല് വരെ ഇങ്ങനെ തടഞ്ഞിങ്ങനെ ആ വന്നാളെങ്ങനെ എന്തോ ഒരു മിസ്കിന്റെ അമർന്നി സുഗന്ധാണ് വാസനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ തടികളോടി ഉപ്പന്റെ മുഖം നല്ല പ്രകാശിക്കുന്ന അവസ്ഥയിൽ മാറി. അപ്പൊ തിരിച്ചു പോവുക. ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, നിങ്ങളാരാണ് എന്റെ ഒപ്പം പ്രയാസപ്പെട്ട സമയത്ത് എന്റെ ഒപ്പിനെ സഹായിക്കാൻ വന്നത്? ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്റെ ഉപ്പ പലിശന്റെ ഇടപാട് നടത്തിയ ആളാണ്. പലിശന്റെ ഇടപാട് നടത്തുന്ന ആളുകളെ ഇവിടെ ചിലപ്പോ ഇവിടെ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ മരിച്ച ശേഷം മുഖം വികൃതമാക്കുമെന്ന് അങ്ങനത്തെ അവസ്ഥയില് എന്റെ ഉപ്പനെ സഹായിക്കാമെന്നത്. ഞാൻ എന്റെ ഉപ്പ ദിവസേന 1000 സലാത്ത് ചെല്ലുന്ന ആളായിരുന്നു. ആ സലാത്ത് കാരണമാണ് എന്റെ ഉപ്പനെ ഇന്ന് ഞാൻ സഹായിക്കാമെന്ന് എന്ന് ആ സല്ലല്ലാഹു വാക്ക് കേട്ട സമയം മുതൽ എന്റെ അത്യാവശ്യമായ ഫറളായ അമലുകൾ കഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇനിയായി കാബൻ തവാഫ് ചെയ്യുമ്പോഴും ആ സലാത്തിൽ മൊഴിക്കൊണ്ടിരിക്കാൻ കാരണം എന്റെ ഉപ്പന്റെ ആ മരണത്തിന്റെ ഘട്ടത്തിൽ സല്ലല്ലാഹു വന്ന കാരണമാണെന്ന് ആ മഹാനാഭനോട് ആ യുവാവ് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് എങ്ങനെ സലാത്ത് ചെല്ലിയാലും ആര് സലാത്ത് ചെല്ലിയാലും എവിടെ വെച്ച് സലാത്ത് ചെയ്യാൻ നിയത്തില്ലാതെ ചെല്ലിയാലുണ്ട് അതിനൊക്കെ അള്ളാഹു താല സ്വീകരിക്കുമതാ. നമ്മുടെ സലാത്തിന്റെ പവർ അള്ളാഹിന്റെ അടുക്കൽ അള്ളാഹിന്റെ ഹബീബിനുള്ള മഹത്വം അത്രയും. നമ്മൾ എത്ര ഹബീബിനെ വർണ്ണിച്ചാലും അതിനൊക്കെ അപ്പുറം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സലാത്ത് കൊണ്ട് ഇത്രയും നേട്ടങ്ങൾ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഹബീബിന്റെ പേര് സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഏറ്റവും ചെറുത് പറയില്ലേ, സലാത്ത് ചെല്ലുമ്പോ മറ്റൊന്ന് നീയത്ത് വെക്കാതെ ഹബീബിനുള്ള പ്രേമത്തിനും ഇഷ്കിനുമായിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത്ത് വെച്ചു ഞങ്ങൾ എങ്ങനെ സലാത്ത് ചെല്ലേണ്ടത്. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്
ആലി മുഹമ്മദ് ഇല്ലേ, അത് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ സലാത്ത് ആള് കൂടിയ സലാത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്തിന്? ഹബീബിനോടുള്ള പ്രേമ എന്റെ ഉള്ളിൽ തുറന്നിട്ടാണ്. പറയില്ലേ, ഞാനും എന്റെ മേല് സലാത്ത് ചെല്ലാൻ നാളെ സ്വർഗത്തിൽ ഇങ്ങനെ വെറുതെ വല്ല അർത്ഥമായിരുന്നു. അള്ളാന്റെ ഹബീബിലേക്ക് അടുക്കാൻ നമ്മൾ ദോഷികളാണ്, ഭാവികളാണ്. അള്ളാന്റെ ഹബീബിലേക്ക് അടുക്കാൻ ഏറ്റവും ഒതുങ്ങുന്നേ ഹബീബിന്റെ മർത്തവ എത്ര മർത്തവേന്. ഒരു നബിക്കോ റസൂലിനോ എത്തിപ്പെടാൻ സാധിക്കാത്ത ഉന്നത മർത്തമായ മർത്തവിലെ അങ്ങനത്തെ ഹബീബിനോട് ചേർന്ന് നിൽക്കാൻ കിട്ടുന്ന ഒരു അനുഗ്രഹം ഹബീബിന്റെ പേര് സലാത്ത് ചെല്ലുന്നതാണ്. അപ്പൊ അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം, നമ്മൾ സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബിനുള്ള ദിയായ വളരെ ഹബീബിന്റെ സലാത്തിനെ പറ്റി പൊന്നാനിയിൽ 2-3 ദിവസത്തെ ആ സംസാരത്തിന് ഷെയ്ഖുന എപ്പോഴും പറഞ്ഞു, എപ്പോഴും പറയുന്ന നമ്മൾ ഓരോരുത്തരും ഹബീബിന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എങ്ങനെ ഒരു പുണ്യതയായ ഒരു ഉദ്ദേശം വെക്കാണ്. ഹബീബിന്റെ ആ പ്രേമത്തിനും ഇഷ്കലുമായ അള്ളാഹു റസൂലിനടുത്ത് വന്ന് റൗള ശരീഫിലേക്ക് തിരിഞ്ഞ് ഒരു ദിവസം ഒരു പിരീഡ് ദിവസേന ഹബീബിന്റെ മേൽ സലാത്തിന് ഷെയ്ഖുന നമ്മൾക്ക് ബയ്യത്തിൽ തന്നപ്പോൾ നമ്മൾ പറഞ്ഞു 500 സലാത്ത് നിങ്ങൾ ദിവസേന ചെല്ലാം. അതുവരെ എപ്പോഴും ചെല്ലി ഹബീബിന്റെ ആ സ്നേഹം നമ്മുടെ കൽബിലും നമ്മുടെ റൂഹിലും മറിയുന്നത് വരെ, അത് തുറന്നിട്ടുന്നവരെ അത് എപ്പോഴും ഇങ്ങനെ ആവർത്തി ചെല്ലിക്കൊണ്ടിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا ونبينا مولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه اللهم صل على سيدنا ونبينا ومولانا محمد وعلى اللهم صل على سيدنا ونبينا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. اللهم صل وسلم وبارك عليه. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. اللهم صل وسلم وبارك عليه. وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. اللهم صل وسلم وبارك عليه. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام
حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. أنت تطلع بيننا في الكواكب كالبدور بل ما أشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي. ارتكبت على الخطا غير حسر وعذاب لك أشكو فيه يا سيدي خير النبي. حسبي ربي جل الله ما في قلبي غير الله. نور محمد صلى الله لا إله إلا الله. إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي. حسبي ربي جل الله ما في قلبي غير الله. نور محمد صلى الله لا إله إلا الله. الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي. حسبي ربي جل الله ما في قلبي غير الله. نور محمد صلى الله لا إله إلا الله. الصلاة على النبي كل وقت دائما لها نجم في السماء. سيدي خير النبي. حسبي ربي جل الله ما في قلبي غير الله. نور محمد
إله إلا الله. حب النبي سار في القلب فازدهر أنا لدربي ونور البصر والحب هو أنت والنور هو أنت والعشق هو أنت يا رسول الله. أنت قمرنا أنت سيدنا أنت شفيعنا يا رسول الله. أنت قمرنا أنت سيدنا أنت شفيعنا يا رسول الله يا رسول الله. جمال طلعته قد أخجل القمر جمال طلعته قد أخجل القمر يزيد نظيره حسنا إذا نظر والحب هو أنت والنور هو أنت والعشق هو أنت يا رسول الله. أنت قمرنا أنت سيدنا أنت شفيعنا يا رسول الله. أنت قمرنا أنت سيدنا أنت شفيعنا يا رسول الله يا رسول الله. محمد نور القلب ضياء يا أنيس الوجدان. محمد نور القلب ضياء يا أنيس الوجدان. بك الإله أتم هداه يا سفير الرحمن. الله الله بك الإله أتم هداه يا سفير الرحمن. محمد نور القلب ضياء يا أنيس الوجدان. محمد نور القلب ضياء يا أنيس الوجدان. ذكرك يجلو دنيا صفاء ويزيل الأحزان. ذكرك يجلو دنيا صفاء ويزيل الأحزان. هديك باب الفوز خلوما بنعيم وزنا. الله الله هديك باب الفوز خلودا بنعيم وزنا. محمد نور القلب ضياء يا أنيس الوجدان. محمد نور القلب ضياء يا أنيس الوجدان. أن أبدا على حبيبك
للخلق كلهم آمن تذكر جيران برسالمي ما سجد دمعا جرى من مقلة بدمي أم هبت ريح من تلقاء كظيمتي وأرمى البرق في ظلماء من نظمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا لائمي في الهوى ودري معذرة مني إليك ولو أنصفت لن تلومي عدت نهاري أنا سري بمستتري عن الوشاة ولا دائي بمنحسمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محضتني النصح إن لست أسمعه إن المحب عني الذال في صممي إني اتهمت نفسي الشيب في عذلي والشيب أبعد في مسرع عن التهامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وإن أماتي بالسوء متى من جهلها من ذي بالشيب والهرم ولا أعد من الفعل جميل قرا ضيف ألم برأس غير محتشم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لو كنت أعلم بما أوقره كتمت سرا بدا في منه بالكتم واللي بردي فيما من غوايتها كما يرد دماء الخيل باللجوم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فلا
ولا أنسى
بي فكيف تدعو إلى الدنيا ضرورتها لولاه لم تخرج الدنيا من العدم محمد سيد الكونين والثقلين والله والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا
دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند عيون للحديث العميم ولن يضيق رسول الله دربك به إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلة عظمت إن الكبائر في غفرانك اليمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا عيلا رحمة في حين يقسمها تأتي على حسب عصيان في القسم يا ربي واجعل رجاء في غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزم وأذن لصحب صلاة منك دائمة على النبي بمن هل هو منسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم
أهل التقى والنقاء والحلم والكرم ما رنحت عذبا طيباني لحصبا وأتراب العيسى بالعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم أشرق البدر علينا فاختفت منه القدور مثل حسنك ما رأينا يا رسول الله قد يا وجه السرور
يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا رسول الله يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم وجهك يا سعد يا كريم الوالدين حوضك الصافي المبارك بردنا يوم النشور يا حبيبي يا محمد يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ما رأينا العيسى حنا بالصلاة الله إليك والغمام قد أضلت والملا صلوا عليك يا حبيبي يا محمد يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك قابل النفور يا حبيبي يا محمد يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله حينما شد المحامل وتنادوا للرحيل جئتهم غدا عساني يا رسول الله قلت طفلي هذا دليل يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا
مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله كل ما في الكون هام فيك يا باني الجبين ولهم فيك غرام يا رسول الله واشتياق وحنين يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله في معانيك الأنام قد تبدت حائرنا أنت للرسل ختام يا رسول الله أنت للمولى شكور يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله مرحبا يا نور عيني يا رسولي مرحبا جد الحسين يا حبيبي مرحبا أهلا وسهلا يا كمالي مرحبا يا خير داعي يا جمالي عبدك المسكين يرجو فضلك الجم الغفير عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير مرحبا يا نور عيني يا رسولي مرحبا جد الحسين يا حبيبي مرحبا أهلا وسهلا يا كمالي مرحبا يا خير داعي يا جمالي فأغثني وأجرني يا مدير من السعير فأغثني وأجرني يا مدير من السعير يا غياثي يا ملاذي في ملمات الأمور مرحبا يا نور عيني يا رسولي مرحبا جد الحسين يا حبيبي مرحبا أهلا وسهلا يا كمالي مرحبا يا خير داعي يا جمالي
فاز عبد قد تولى وانجلى عنه الهموم فيك يا بدر تجلى فلك الوصف الحسين مرحبا يا نور عيني يا رسولي مرحبا جد الحسين يا حبيبي مرحبا أهلا وسهلا يا كمالي مرحبا يا خير داعي يا جمالي ليس أزكى منك أصلا قط يا جد الحسين ليس أزكى منك أصلا قط يا جد الحسين فعليك الله صلى دائما طول الدهور مرحبا يا نور عيني يا رسولي مرحبا جد الحسين يا حبيبي مرحبا أهلا وسهلا يا كمالي مرحبا يا خير داعي يا جمالي يا ولي الحسناتي يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المصابي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات ربنا ارحمنا جميعا بجميع الصالحات ربنا ارحمنا جميعا بجميع الصالحات آمين آمين آمين